ലോ ഓഫ് പീപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. നിയമത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് ഒരു അവയർനെസ് നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ലോ ഓഫ് പീപ്പിൾ എന്ന ചാനൽ. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കനും അമർത്തുക. ഇന്നത്തെ നമ്മുടെ വിഷയം 118A എന്ന പുതിയ നിയമത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ മഞ്ജു ആന്റണി സാറാണ് നമ്മുടെ ഒപ്പമുള്ളത്. നമസ്കാരം സാർ. സർ, ഈ അടുത്തിടെ വിവാദമായ 118A എന്ന നിയമത്തെക്കുറിച്ച് വിശദീകരിക്കാം. നമസ്കാരം. ജനാധിപത്യത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്നത് നിയമത്തിനാണ്. ഈ നിയമം നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ സഭ, അതായത് പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭയിൽ ഒരു നിയമം നിർമ്മിക്കുന്നതിന് മുമ്പ് അംഗങ്ങൾ പലവിധമായ ചർച്ചകൾ നടത്തി സമന്വയത്തിലെത്തി അല്ലെങ്കിൽ ചർച്ചകൾക്ക് ശേഷം ഭൂരിപക്ഷ വോട്ടിനിട്ട് ഒരു നിയമം പാസ്സാക്കുന്നു. പിന്നീട് അത് ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അത് അംഗീകരിക്കുന്നതോടെ നിയമമായിട്ട് മാറും. എന്നാൽ നിയമനിർമ്മാണ സഭയിൽ ഈ നിയമത്തെപ്പറ്റി അല്ലെങ്കിൽ പുതിയൊരു നിയമത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പൊതുജന അഭിപ്രായം സ്വരൂപിക്കുന്ന ഒരു രീതിയും കണ്ടുവരാം. എന്നാൽ ഇതൊന്നും കൂടാതെ പെട്ടെന്ന് ഒരു ഓർഡിനൻസിലൂടെ കൊണ്ടുവന്ന നിയമമാണ് 118A. ഇത് മാധ്യമങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് മാധ്യമങ്ങൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പൊതുജനങ്ങളും ഈ വിഷയം ചർച്ച ചെയ്തു. കാരണം നാം എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഭാഗമാണ്. എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പൊതുജനങ്ങളും ഈ വിഷയം ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. 118A എന്ന നിയമം പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും കാര്യമോ എന്തെങ്കിലും വിഷയമോ ആരെയെങ്കിലും അത് മുറിപ്പെടുത്തുന്നതിനോ അവരെ അപകീർത്തിപ്പെടുത്തുന്നതിനോ വേണ്ടി ചെയ്താൽ അങ്ങനെയുള്ളവർക്ക് 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ ലഭിക്കും എന്നുള്ളതാണ്. ഈ നിയമത്തിൽ കണ്ട ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ആൻ ഇൻക്ലൂസീവ് ഡെഫിനിഷൻ. വളരെ വിശാലമായ അർത്ഥം കൊടുത്തിട്ടുള്ള ഒരു നിയമമാണ്. ഇത് 2 ആംഗിളുകൾ നമുക്ക് കാണാം. ഒന്ന്, ലെജിസ്ലേറ്റീവ് വിസ്ഡം എന്ന് പറയും. നിയമ വ്യാഖ്യാന കോടതി നടത്തുന്ന അവസരത്തിൽ നിയമനിർമ്മാണ സഭ തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് ഒരു നിയമം നിർമ്മിച്ചാൽ അത് സാധാരണഗതിയിൽ കോടതി ചോദ്യം ചെയ്യാറില്ല. പൊതുജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന നിയമമാണ്. അപ്പോൾ സതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുന്നതെന്നാണ് നിയമത്തിന് തന്നെ പ്രിസംഷൻ. അങ്ങനെ തന്നെയാണെന്ന് വരാം. കാരണം നിയമത്തിൽ പറയുന്നത് എന്താണ്? ആരെയെങ്കിലും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്ലാസ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യമുള്ള ആരെയെങ്കിലും അവരെ അപകീർത്തിപ്പെടുത്തുക, അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ തടസ്സം ചെയ്യുന്നത് അത് നല്ല കാര്യമല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. പക്ഷേ ഈ നിയമം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അടുത്ത വിഷയം. കാരണം ഇതിൽ പറയുന്നത് ഹൂ എവർ മേക്സ് ഓർ എക്സ്പ്രസ് ഓർ പബ്ലിഷ്. അപ്പം നിർമ്മിക്കുന്നയാള്, അത് പറയുന്നയാള്, പബ്ലിഷ് ചെയ്യുന്നയാള്, മറ്റു വിധത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പൊ ഏത് വിധത്തിലുള്ളതും അതിനകത്ത് വരും. അപ്പൊ നമ്മൾ ഒരു കാര്യം ഒന്ന് ലൈക്ക് ചെയ്താലും ഒന്ന് ഫോർവേഡ് ചെയ്താലും അതിന്റെ പരിധിയിൽ വരും. ഇത് നിർമ്മിക്കുന്നയാളും ഇതിന്റെ പരിധിയിൽ വരും. ഇനി നിയമത്തിൽ വീണ്ടും പറയുന്നത് ത്രൂ എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ പത്രദ്വാര ആകാം, മീഡിയയിലൂടെ ആകാം, ഇനി വാട്സപ്പ്, ഫേസ്ബുക്ക് അതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആകാം. ഇനി ഒരു നോട്ടീസ് അടിച്ച് വിതരണം ചെയ്താലും എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ പരിധിയിൽ വരും. അപ്പൊ അത്രയും വിശാലമായ അർത്ഥം കൊടുക്കുമ്പോൾ ഒരു ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 19A അനുച്ഛേദ പ്രകാരം ഇന്ത്യയിലെ ഓരോ പൗരനും ഒരു മൗലിക അവകാശമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം. ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളതാണ്. അഭിപ്രായം പറയുക മാത്രമല്ല, അത് പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യുക. അപ്പൊ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ. ഇതേ വാക്ക് തന്നെയാണ് 118 ഉപയോഗിച്ചിരിക്കുന്നത്, ഹു യുവർ മേക്സ് ഓർ എക്സ്പ്രസ്. എക്സ്പ്രഷൻ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുമ്പോൾ കേരള പോലീസ് ആക്ടിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇനി അടുത്തത് ഹാം ടു ദ മൈൻഡ്, ഇഞ്ചുറി ടു ദി മൈൻഡ്,
റെപ്യൂട്ടേഷൻ ഓർ പ്രോപ്പർട്ടി. അപ്പോൾ ആരെങ്കിലും വ്യക്തിയുടെ മനസ്സിനോ അല്ലെങ്കിൽ അയാളുടെ സത്കീർത്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ക്ലാസ് ഓഫ് പീപ്പിളിൻ്റെയോ വസ്തുവകൾക്കോ ഇഞ്ചുറി ഉണ്ടായാൽ, അപ്പോൾ അതും വളരെ വിശാലമാണ്. അതും ഒരാൾക്ക് തോന്നുന്നത് മറ്റേ വേറെ തെരഞ്ഞു തോന്നും, അഭിപ്രായത്തിൽ വ്യത്യാസം വരാം. ഒരാളൊരു തമാശയായിട്ട് എടുക്കുന്നത് മറ്റേ സീരിയസ് ആയിട്ട് എടുക്കുന്നത് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിയമം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഭരിക്കുന്ന പാർട്ടി, ഇന്ന പാർട്ടി എന്നുള്ളതല്ല, ഏത് പാർട്ടി അധികാരത്തിലിരിക്കുന്നു അവരുടെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടി, വിമർശനങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടി ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ലേ എന്നൊരു വാദം മറുവശത്തുണ്ട്. ഇത് രണ്ടും ഒരേ രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിയമം വ്യാഖ്യാനിച്ച് അത് ശരിയോ തെറ്റോ എന്ന് പറയുന്ന അധികാരം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിക്കോ മാത്രമേ ഉള്ളൂ. അവിടെ ഈ നിയമവിഷയം അത് ചലഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാത്തത്തോളം കാലം പാർലമെന്റോ നിയമനിർമ്മാണ സഭയോ പാസ്സാക്കുന്ന എല്ലാ നിയമവും വാലിഡാണ് അല്ലെങ്കിൽ ഭരണഘടനാ അനുസൃതമാണ് എന്നാണ് നിയമത്തിന്റെ പ്രസംഷൻ. എന്നാൽ ഒരു നിയമം കോടതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, മൗലിക അവകാശങ്ങളെ ധ്വംസിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ കോടതിക്ക് ആ നിയമം സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനുള്ള അധികാരം. വളരെ വിവാദമായ മറ്റൊരു കേസ് അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു കേസ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു, മേനകാ ഗാന്ധി കേസ്. ആ കേസ് സുപ്രീം കോടതി പരിഗണിച്ച സമയത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞ ഒരു വാചകമുണ്ട്: പ്രിസ്ക്രൈബിങ് എനിത്തിങ് ആസ് ലോ ഈസ് സഫിഷ്യന്റ്. നിയമമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും നിർമ്മിച്ചാൽ മതിയോ? ഓ, ദ ലോ മസ്റ്റ് ബി ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ. അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതും നീതിക്ക് ന്യായത്തിനും നിരക്കുന്നതുമാകണ്ടേ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. അപ്പോൾ നിയമത്തിന്റെ പേരിൽ എന്തും ചെയ്യാൻ പാടില്ല. എന്നാൽ നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമം അത് കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നവരെ വാലിഡ് ആണെന്ന് നിയമത്തിൽ തന്നെ പറയുന്നു. അപ്പം ആ നിലയ്ക്കാണ് ആ നിയമം പൊതുവെ പൊതുജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് ഉചിതമായ തീരുമാനമെടുക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. എന്നിരുന്നാലും ഈ നിയമം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വന്നതായ ഒരു അഭിപ്രായം. രണ്ടാമത് വേറൊരു അഭിപ്രായം വന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഈ നിയമം ഉപയോഗിക്കാമെന്നുള്ളത്. പക്ഷേ ആ നിയമത്തിൽ എങ്ങും സ്ത്രീ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സ്ത്രീകൾക്കും ആകാം, എങ്കിൽ പോലും വളരെ വൈഡായിട്ടുള്ള ഡെഫിനിഷൻ ആയതുകൊണ്ട് ശത്രുക്കളെ ഒതുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എതിരാളികളെ ഒതുക്കുന്നതിന്, വിമർശനങ്ങളെ ഒതുക്കുന്നതിന് വേണ്ടി ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടാം എന്നൊരു സാധ്യതയുണ്ട്. പിന്നീട് വേറൊരു വസ്തുത, ഈ 118A എന്ന നിയമം വന്നില്ലായിരുന്നുവെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമായിരുന്നോ അല്ലയോ എന്ന് ചോദ്യം വരും. കാരണം ഈ 2020 ഈ നിയമം വരുന്നതിന് മുമ്പ് നിലവിൽ ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ 499 ഡിഫമേഷൻ, അപകീർത്തിയായി ബന്ധപ്പെട്ട നിയമം നിലവിലുണ്ട്. അത് ഇന്ന് വരെ ആരും ചോദ്യം ചെയ്തില്ലാത്തൊരു നിയമം. കാരണം എല്ലാവർക്കും മനസ്സിലാകുന്ന, എല്ലാ രീതിയിലും വിശദീകരിക്കുന്ന ഒരു നിയമം. അതിൽ ഒത്തിരി എക്സെപ്ഷൻസ് ഉണ്ട്. സത്യസന്ധമായി കോടതി കാര്യങ്ങൾ പറയുക, കോടതി നടപടികൾ പ്രോസിക്യൂട്ട് ചെയ്യുക, ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുക, മാധ്യമ സ്വാതന്ത്ര്യം, ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള, കലാകാരന്മാർക്ക് വരെയുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ഇന്ത്യൻ പീനൽ കോഡ് 499 എന്ന വകുപ്പ്. എന്നാൽ ഇങ്ങനെയുള്ള എക്സെപ്ഷൻ ഒന്നും 118A അല്ലെ 118 എന്ന വകുപ്പിൽ കാണുന്നില്ല. അപ്പോൾ നിലവിലുള്ള നിയമം പര്യാപ്തമാണെങ്കിൽ പിന്നെ എന്തിനൊരു നിയമം എന്ന് ചോദ്യം വരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനു മുമ്പ് കേരള പോലീസ് ആക്ടിൽ 118D എന്നൊരു വകുപ്പുണ്ടായി. അത് 2015 സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ശ്രേയ എന്ന കേസിലാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഓൾറെഡി സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ അതേ കാര്യം ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പ്രയോഗിക്കുന്നതല്ലേ എന്നൊരു ആരോപണമുണ്ട്. ഇത് കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ആ നിയമത്തിൽ ഒരു വകുപ്പുണ്ട് 66A 66A. ആ നിയമവും ഇതേ 2015 കോടതി വിധി പ്രകാരം സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് 118A എന്ന വകുപ്പ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ പീനൽ കോഡിൽ 499 എന്ന ഡിഫമേഷൻ എന്ന വകുപ്പ് ഇരിക്കെ പുതിയ നിയമം ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം. രണ്ടാമത്, ഏതെല്ലാം നിയമം വന്നാലും ഇന്ത്യയിലെ പരമോന്നത നിയമമായ ഭരണഘടനയിൽ അവിടെ ഏറ്റവും വലിയ ഓരോ പൗരനും കൊടുത്തിരിക്കുന്ന മൗലിക അവകാശത്തിന്റെ ഭാഗമായ അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഭരണഘടനയിൽ തന്നെ അതിന് ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കുമെതിരെ എന്തും പറയാനുള്ള ഒരു അധികാരം ആർക്കുമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 19A എന്ന അനുച്ഛേദത്തിന് എക്സെപ്ഷനായിട്ട് 19(2) എന്ന അനുച്ഛേദത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ
നിയമനിർമ്മാണ സഭയ്ക്ക് നിയമത്തിലൂടെ, അതായത് നിലവിലുള്ള നിയമത്തിലൂടെയോ പുതിയ നിയമത്തിലൂടെയോ ചില കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സോവറിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പരമാധികാരത്തെ തകർക്കുന്ന രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പാടില്ല. സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളോ പ്രകടനങ്ങളോ എക്സ്പ്രഷൻസോ പാടില്ല. ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദത്തെ തകർക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല. പിന്നീട് മൊറാലിറ്റി ആൻഡ് ഡീസൻസി, സാൻമാർഗീയതയെ ബാധിക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യമായ കാര്യങ്ങൾ പാടില്ല. ഡിഫമേറ്ററി, അപകീർത്തിപ്പെടുന്നത് പാടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതായ നിയന്ത്രണങ്ങൾ ഓൾറെഡി നിയമത്തിലുണ്ട്. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, പബ്ലിക് ഓർഡർ. പൊതുവായിട്ടുള്ള പബ്ലിക് ഓർഡറിനെ അല്ലെങ്കിൽ പൊതു സുരക്ഷയെ, നിയമ സംവിധാനത്തെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ജനറൽ ഓർഡർ, പബ്ലിക് ഓർഡറിനെ തകർക്കുന്ന രീതിയിലും ആരും അഭിപ്രായം പറയാൻ പാടില്ല. അപ്പൊ ഈ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെങ്കിൽ അതങ്ങനെ ജനാധിപത്യമാകും. ജനാധിപത്യ സംവിധാനത്തിലെ നിയമത്തിൽ തന്നെ പറയുന്നു നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇത് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കെ പിന്നീട് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാകാൻ പാടില്ല. ഇതാണ് ഇന്ന് കേരളത്തിലെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം. ഈ ചർച്ച ചെയ്യുന്നത് വളരെ നല്ലത്. അത് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ നിയമനിർമ്മാതാക്കളുടെ ചെവിയിലെത്തുമെന്നും ഉചിതമായ തീരുമാനങ്ങൾ വേണ്ടി വന്നാൽ എടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നിയമനിർമ്മാണ സഭ നിയമം പാസാക്കിയാൽ അത് കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണ്, അസാധുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ, അല്ലെങ്കിൽ മറ്റൊരു നിയമത്തിലൂടെ അത് ഭേദഗതി ചെയ്യുന്നവരെ, അല്ലെങ്കിൽ അത് പിൻവലിക്കുന്നവരെ നിയമപരമായ വാല്യമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ IT ആക്ടിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളുണ്ടെന്ന്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? IT ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ ഭാഗമാണ്. ഇന്ന് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ അതുപോലെയൊക്കെയുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാത്ത ആൾക്കാർ വിരളമാണെന്ന് തന്നെ പറയും. അപ്പോൾ IT ആക്ടിൽ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറും അതുപോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിങ്ങും പോലെയുള്ള ഇലക്ട്രോണിക് മീഡിയയിലുള്ള കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെത്തേഡിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. സോഷ്യൽ മീഡിയയിൽ കൂടെ വേണമെങ്കിലും ഒരാളെ അപകീർത്തിപ്പെടുത്താം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ അപകീർത്തിപ്പെടുന്ന നിയമം ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നിയമത്തിൽ തന്നെ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്, നോവിങ് ഇറ്റ് ടു ബി ഫാൾസ്. അത് 118 അങ്ങനെ തന്നെയാണ് പറയുന്നത്. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കളവാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അപ്പോൾ മനഃപൂർവ്വം എതിരാളികളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. പിന്നീട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് അല്ലെങ്കിൽ വിവരം കിട്ടി, അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാതെ പലപ്പോഴും ഫോർവേഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇങ്ങനെ രീതി കണ്ടുവരാം. പൊതു പ്രാധാന്യമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ ഇത് ഫേക്ക് ആകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കാതെ. സോഷ്യൽ മീഡിയ എപ്പോഴും നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിൽ ഒത്തിരി നല്ല വശങ്ങളുണ്ട്. ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാം, പാട്ടുകളും കലാപരിപാടികളൊക്കെ ഷെയർ ചെയ്യാം, ഒക്കെ നല്ലത് തന്നെ. പക്ഷേ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം, അതിന് മെൻസ് റിയ എന്ന് പറയും, ഗിൽറ്റിയുമായിട്ട് അറിഞ്ഞുകൊണ്ട് നിയമം ലംഘിക്കുക അല്ലെങ്കിൽ തെറ്റുക. അതുകൊണ്ട് മനഃപൂർവ്വം ആരെയും തേജോവധം ചെയ്യുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ് നിജസ്ഥിതി പരിശോധിക്കുക. എന്നാൽ സോഷ്യൽ മീഡിയയിൽ കൂടി അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് യാതൊരു വിലക്കുമില്ല. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ 66A എന്നൊരു വകുപ്പ് കൊണ്ടു. എന്നിട്ട് കമ്പ്യൂട്ടറിലൂടെ അഭിപ്രായം നടത്തുമ്പോൾ അതിന് വളരെ വൈഡായ ഡെഫിനിഷനാണ് കൊടുത്തത്. ഇത് ഗവൺമെൻറ് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ഒരു അഭിപ്രായ സർവേയോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ് തന്നെ ഈ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ളവർക്കെതിരെ നിയമ നടപടി എടുക്കുമ്പോൾ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് തടയാനായിട്ട് സാധിക്കും. ഇത് സുപ്രീം കോടതി മനസ്സിലാക്കിയതിനു ശേഷം അത് ഭരണഘടനാ വിരുദ്ധമാണ്, ആർട്ടിക്കിൾ 19(1)A
വയലേഷനാണ് എന്ന് പറഞ്ഞാണ് 2015 വിധി വന്നത്. അതുകൊണ്ട് അഭിപ്രായം പറയുന്നത് നല്ലത് തന്നെ. അഭിപ്രായ സ്വാതന്ത്ര്യ നിയമം വിലക്കിയിട്ടില്ല. അങ്ങനെ നിയമം ഉണ്ടെന്ന് തന്നെ സുപ്രീം കോടതി അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡിഫമേഷൻ എന്ന നിയമം ഇന്ത്യൻ പീനൽ കോഡിൽ ഇപ്പോഴുമുണ്ട്. അതിനകത്ത് പറയുന്നത് വേർഡ്സ് സ്പോക്കൺ ഓർ ഇന്റൻഡഡ് ടു ബി റെഡ്, പറഞ്ഞ വാക്കുകളോ വായിക്കാവുന്നവയോ അല്ലെങ്കിൽ ടു എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെയും വരുന്നു. മറ്റ് രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അത് ഇന്ത്യൻ പീനൽ കോഡിന്റെ പരിധിയിൽ വരും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ മനഃപൂർവ്വം ദുരുപയോഗം ചെയ്യാതിരിക്കുക. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞ നിയമം തടസ്സമില്ല. ഈ രണ്ട് കാര്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കെതിരെ ഒരു നിയമ നടപടി ഉണ്ടായാൽ അത് കോടതിയിൽ നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കും. ഞാൻ മനഃപൂർവ്വമല്ല, അത് ഞാൻ ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്തതാണ്. ഡിഫമേഷനിൽ ഏറ്റവും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്നത് ഒരിക്കലും ഡിഫമേഷൻ ആകുന്നില്ല. ശരിയെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നത് തെറ്റില്ല, പക്ഷെ മനഃപൂർവ്വം ആക്കുന്നത് ഇതാണ് സോഷ്യൽ മീഡിയ